ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير الحدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. إذ قال له ربه أسلم قال أسلمت لرب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله ആമീൻ. ഈ പുണ്യമായ ബലിപെരുന്നാളിന്റെ സന്ദർഭത്തിൽ ഏവർക്കും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസിക്കുന്നു. ഈദ് മുബാറക്. തഖബ്ബലല്ലാഹു മിന്ന വമിൻകും. ആദർശ നിഷ്ഠ കൊണ്ടും വ്യക്തിജീവിതം കൊണ്ടും കുടുംബജീവിതം കൊണ്ടും സാമൂഹിക ജീവിതത്തിൻ്റെ ത്യാഗത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ഉദാത്ത മാതൃകയായ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും സ്വപിതാവിൻ്റെ ഇസ്ലാമിക ആദർശങ്ങൾ ആജ്ഞകൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ പുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെയും ആത്മസമർപ്പണത്തിൻ്റെയും ജലശൂന്യമായ മരുഭൂമിയിൽ പിഞ്ചുകുഞ്ഞായ ഇസ്മായിലിനായി സഫ മർവ കുന്നുകൾക്കിടയിൽ ഒരിറ്റു ദാഹജലത്തിനായി ഓടിയ ഹാജറ ബീവിയുടെയും മഹത്തായ ത്യാഗസ്മരണകൾ പുതുക്കിക്കൊണ്ട് ഇന്ന് ഭൂമിയിലെ കോടിക്കണക്കിന് വിശ്വാസികൾ ഒരേ ആത്മാവോടെയും ഒരേ തക്ബീറിന്റെ പ്രതിധ്വനിയോടെയും ഒരേ ദൈവീക സന്ദേശത്തിന്റെ ചൂടോടെയും ലോകം മുഴുവൻ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദിവസങ്ങളിൽ ഏറ്റവും വിശുദ്ധമായ 10 പകലുകളെ കൊണ്ട് സത്യം ചെയ്ത വൽ ഫജ്രി വലയാലിൻ അശിർ എന്ന വിശുദ്ധമായ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിലെ എല്ലാ അമലുകളും, അത് നോമ്പാവട്ടെ, നമസ്കാരമാവട്ടെ, സ്വതക്കയാവട്ടെ, ഉംറയാവട്ടെ, ഹജ്ജാവട്ടെ, അങ്ങനെ എല്ലാ ആരാധനാ കർമ്മങ്ങളും ഒരുമിച്ച് വരുന്നത്
ഈ 10 ദിവസങ്ങളിൽ മാത്രമാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്ന അഅ്ളമിൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല യൗമൻ നഹർ. അള്ളാഹുവിന്റെ അടുക്കൽ ദിവസങ്ങളിൽ ഏറ്റവും മഹത്തായ ദിവസം ബലിപെരുന്നാൾ ദിവസമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഹാജറ ബീവി എന്നിവരുടെ മഹത്തായ ത്യാഗസ്മരണകൾ പുതുക്കിക്കൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ ഹാജിമാർ അള്ളാഹുവിന്റെ പ്രീതിയെ ലക്ഷ്യമാക്കി പരിശുദ്ധ ഹറമിൽ ഒരുമിച്ച് ചേർന്ന അനുഗ്രഹീത നിമിഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഅബാലത്തെയും പരിസരങ്ങളെയും മുഴുവൻ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന തൽബിയത്തിന്റെയും തക്ബീറിന്റെയും പവിത്രനാദങ്ങൾ കൊണ്ട് മുഖരിതമാക്കുന്ന മനോഹരമായ ഈ ദിനങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തിന്റെയും ത്യാഗത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രകാശം പരക്കട്ടെ, നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ ബലിപെരുന്നാളിന്റെ ഈ ദിനത്തിൽ നമ്മോട് എല്ലാവരോടും ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യം, നീ അള്ളാഹുവിനു വേണ്ടി എന്താണ് നിന്റെ ജീവിതത്തിൽ നിന്ന് ബലിയെറുക്കുവാൻ തയ്യാറായിട്ടുള്ളത്? നമ്മുടെ തൊട്ടടുത്ത പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ഹയ്യാലസ് സ്വലാത്ത്, ഹയ്യാലൽ ഫലാഹ്, അസ്സലാത്തു ഖൈറും മിനൻ നൗം, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ, ഉറക്കത്തേക്കാൾ ഉത്തമമാണ് നമസ്കാരമെന്ന് നമ്മെ വിളിച്ചുണർത്തുമ്പോൾ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തെക്കുറിച്ച് കണ്ണു നിറച്ച് സംസാരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് സ്വന്തം കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ പോലും കഴിയുന്നില്ല എങ്കിൽ ആ രോമാഞ്ചം എത്രത്തോളം സത്യസന്ധമാണ് എന്ന് നാം നമ്മോട് തന്നെ, നമ്മുടെ മനസ്സാക്ഷിയോട് തന്നെ ചോദിക്കേണ്ടതല്ലേ? അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ടതിനെ ഉപേക്ഷിക്കാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മെ പഠിപ്പിച്ചത്. അദ്ദേഹം സ്വന്തം മകനെ പോലും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മുന്നിൽ സമർപ്പിക്കുവാൻ തയ്യാറായി. പക്ഷേ നമുക്ക് ഏതാനും നിമിഷങ്ങളിൽ ഉറക്കം പോലും അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കുവാൻ മടിയാണ്. വേൾഡ് കപ്പ് കാണുവാൻ നാം ഉറക്കമൊഴിക്കാറുണ്ട്, മക്കളുടെ എക്സാമിന് വേണ്ടി ഉറക്കമൊഴിയാറുണ്ട്. അങ്ങനെ മറ്റു പലതിനും വേണ്ടി ഉറക്കമൊഴിയുന്ന നാം നമുക്ക് വേണ്ടി നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം ബോധിപ്പിക്കുമെന്നുള്ള ബോധ്യത്തിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യാറില്ല. അപ്പോൾ എന്താണ് നമ്മെ തടയുന്നത്? നമ്മുടെ ക്ഷീണമാണോ? നമ്മുടെ അലസതയാണോ? അല്ലെങ്കിൽ ദുനിയാവിന്റെ സുഖങ്ങളോടുള്ള അതിയായ അടുപ്പമാണോ? മാറ്റം നമ്മളിൽ നിന്നല്ലേ തുടങ്ങേണ്ടത്? ഫജറിന്റെ ആഹ്വാനം വെറുമൊരു ശബ്ദം മാത്രമല്ല, അതൊരു വിശ്വാസിയുടെ ഹൃദയത്തിലേക്കുള്ള അള്ളാഹുവിന്റെ കൃത്യമായ ക്ഷണമാണ്. ആ ക്ഷണം കേട്ടിട്ടും പ്രതികരിക്കാതെ പോകുന്ന ഓരോ പ്രഭാതവും നാം ഇബ്രാഹിം ഇല്ലത്തിൽ ആണോ നിലകൊള്ളുന്നത് എന്ന് നമ്മുടെ ഈമാനോട് തന്നെ നമുക്ക് ചോദിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അള്ളാഹു നമ്മെ നമസ്കാരത്തിനെ സ്നേഹിക്കുന്നവരിലും അവന്റെ വിളിക്ക് ഉടൻ പ്രതികരിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു മതത്തിന്റെ മാത്രം പിതാവല്ല, ലോക നാഗരികതയുടെ ഒരു ധാർമ്മിക പ്രതീകമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതം മനുഷ്യ പ്രബോധനത്തിന്റെ ഉണർവാണ്. ലോകം വിഗ്രഹാരാധനയുടെ ഇരുട്ടിൽ മുങ്ങിക്കിടന്നപ്പോൾ ഒരു യുവാവ് സത്യത്തിന്റെ വിളക്കുമായി എഴുന്നേറ്റു. അദ്ദേഹം ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൂര്യനെയും നോക്കി ചോദിച്ചു, അസ്തമിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നവനല്ല. സമൂഹത്തിന്റെ അന്ധവിശ്വാസത്തിനെതിരെ അദ്ദേഹം നിലകൊണ്ടു. സ്വന്തം പിതാവിന്റെ എതിർപ്പും ഭരണാധികാരിയുടെ ക്രൂരതയും സമൂഹത്തിന്റെ പരിഹാസവും അദ്ദേഹം നേരിട്ടു. സത്യവാന്മാരെ ലോകം പലപ്പോഴും ഒറ്റപ്പെടുത്തും. പക്ഷേ അള്ളാഹുവിൽ ഉറച്ചു നിൽക്കുന്നവരെ ചരിത്രം ഒരിക്കൽ ത്യാഗം, നീതി, മൂല്യങ്ങൾ, സഹിഷ്ണുത ഇതെല്ലാം ലോകത്തെ മാറ്റിമറിച്ചു. ഇന്ന് മനുഷ്യരാശി സാങ്കേതികമായിട്ട് വളർന്നിട്ടുണ്ട്, എന്നാൽ ആത്മീയമായി വളരെയധികം പിന്നിലാണ്. 13-ാം നമ്പറിനെ ഇന്നും നമുക്ക് പേടിയാണ്. കാറുകൾ നൽകിയപ്പോൾ 13-ാം നമ്പറിന്റെ സമയത്ത് തൂണുകളുടെ മറവിലേക്ക് മാറി നിന്നവരാണ് നാം തിരഞ്ഞെടുത്ത് അയച്ചവരിൽ പലരും. ചില വീടുകളിൽ താമസിക്കുവാൻ പലർക്കും ഈ ഡിജിറ്റൽ യുഗത്തിൽ പോലും മടിയാണ്, പേടിയാണ്. അഭയാർത്ഥി ജീവിതം, അധിനിവേശം, മതവിദ്വേഷം,
മനുഷ്യാവകാശ ലംഘനം എല്ലാം ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെടുന്നു, അമ്മമാർ കണ്ണുനീർ കുടിക്കുന്നു, കുടുംബങ്ങൾ ചിതറുന്നു. ഈ സാഹചര്യത്തിൽ ലോകം വീണ്ടും ഇബ്രാഹിമി ചിന്തകളെ കാതോർത്തിരിക്കുകയാണ്. നീതിക്കായി നിലകൊള്ളുക, സത്യത്തിന് വേണ്ടി ത്യാഗം ചെയ്യുക, മനുഷ്യരോട് കരുണ കാണിക്കുക, അള്ളാഹുവിന്റെ പ്രത്യാശ നാം നഷ്ടപ്പെടുത്തരുത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമ നല്ലൊരു പിതാവായിരുന്നു, കുടുംബത്തിൽ വിശ്വാസത്തിൽ വളർത്തിയ നേതാവായിരുന്നു. ഇന്ന് നമ്മുടെ കുട്ടികൾ ആരെയാണ് മാതൃകയാക്കുന്നത്? സോഷ്യൽ മീഡിയയാണോ? അനാവശ്യ പ്രലോഭനങ്ങളെയാണോ? കൂട്ടുകാരുടെയും സൗഹൃദത്തിന്റെയും പേരിൽ നുരഞ്ഞു പൊന്തുന്ന ലഹരിയിലും വലിച്ചൂതി വിടുന്ന പൊക്കച്ചുരുളുകളിലും മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറഞ്ഞ് ഹറാമുകളുടെ നിലയില്ല കയത്തിൽ ജീവിതം ഹോമിക്കുന്നവരെ, നിങ്ങൾക്ക് ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ചരിത്രങ്ങളിൽ ഉത്തമ മാതൃകയുണ്ട്. പ്രിയപ്പെട്ട യുവജനങ്ങളെ, നിങ്ങൾ ഈ സമൂഹത്തിന്റെ പ്രതീക്ഷയാണ്. നിങ്ങളുടെ അറിവും കഴിവും ആരോഗ്യവും നിങ്ങൾക്കും കുടുംബത്തിനും സമൂഹത്തിനും വളരെ ആവശ്യമുണ്ട്. നിങ്ങളുടെ ഓരോ വിജയങ്ങളും എല്ലാവരും കാത്തിരിക്കുന്നു. വിജയമെന്നത് സെലിബ്രിറ്റി ആവുന്നതും പണവും പ്രശസ്തിയും ഉണ്ടാക്കുന്നതും മാത്രമല്ല, വിശ്വാസമാണ് വിജയം, മനുഷ്യസ്നേഹമാണ് വിജയം. ആത്മീയ മൂല്യങ്ങളെ എപ്പോഴും നമ്മൾ മുൻനിർത്തണം. കാരുണ്യത്തിന്റെ തെളിനീർ ഹൃദയത്തിൽ നിന്നും എല്ലാവരിലേക്കും പടർന്നൊഴുകുന്ന സംസം പോലെ ആവുന്നതാണ് യഥാർത്ഥ വിജയം. ഈ ഈദ് നമ്മെ മറ്റൊരു വലിയ പാഠം പഠിപ്പിക്കുന്നു. നമ്മുടെ അയൽക്കാരൻ വിശന്നിരിക്കുമ്പോൾ നമ്മുടെ ആഘോഷം പൂർണ്ണമല്ല. അനാഥകൾ, വിധവകൾ, രോഗികൾ, ദരിദ്രർ, തൊഴിലില്ലാത്തവർ, ഇവരും നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ്. അവരെ പരിഗണിക്കാത്ത, അവരെ അറിയാത്ത നമ്മുടെ പെരുന്നാൾ ഒരിക്കലും പരിപൂർണമല്ല. ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും അവരെ നമ്മൾ പരിഗണിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ബലിപെരുന്നാൾ ദിനത്തിൽ നമുക്ക് സ്വയം ചോദിക്കാം, ഞാൻ അള്ളാഹുവിന് എത്രമാത്രം കീഴടങ്ങിയിരിക്കുന്നു? എൻ്റെ കുടുംബത്തിൽ ഇബ്രാഹിമി മൂല്യങ്ങളുണ്ടോ? എൻ്റെ സമ്പത്തിൽ ദരിദ്രന്റെ അവകാശം ഞാൻ ഓർക്കുന്നുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ കരുണ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ? ഇബ്രാഹിം നബി നമ്മെ പഠിപ്പിച്ചത് പരീക്ഷണങ്ങൾ ജീവിതത്തിന്റെ അവസാനമല്ല, അള്ളാഹുവിലേക്ക് ഉയരാനുള്ളൊരു വഴിയാണ്. പ്രതിസന്ധികളിൽ നിരാശരാകാതെ സബറിലും തവക്കുലിലും നമ്മൾ നിലകൊള്ളുക. കുടുംബജീവിതത്തിൽ വിശ്വാസവും ത്യാഗവും അധിഷ്ഠിതമായ കുടുംബജീവിതമാണ് വേണ്ടത്. ദൈവാനുസരണത്തിന്റെ, വിശ്വാസത്തിന്റെ മഹത്തായ മാതൃകയാണ്. കുടുംബത്തിൽ ദീൻ, സ്നേഹം, ഉത്തരവാദിത്വം, പരസ്പര ബഹുമാനം എന്നിവ ഉണ്ടായിരിക്കണം. മക്കൾക്ക് വെറും ഭൗതിക വിദ്യാഭ്യാസം മാത്രമല്ല, ഇസ്ലാമിക ആദർശവും നൈതികതയും ആത്മീയതയും പകർന്നു നൽകണം. സർവോപരി മാതാപിതാക്കൾ മക്കൾക്ക് നല്ല മാതൃകയുമാകണം. അറഫയിൽ, ഹജ്ജത്തുൽ വിദായിൽ പ്രവാചകൻ സ്ത്രീകളുടെ അവകാശങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞു. സ്ത്രീകളോടുള്ള ബാധ്യതകൾ സൂക്ഷിക്കുക. സ്ത്രീകൾക്ക് പുരുഷന്മാരോടുള്ളത് പോലെ തന്നെ പുരുഷന്മാർക്ക് സ്ത്രീകളോടും കടമകളുണ്ട്. അവരോട് ദയയോടും നീതിയോടും കൂടി പെരുമാറുക, സ്നേഹത്തോടെ പെരുമാറുക. വീട്ടുജോലികളിൽ സ്ത്രീകളെ സഹായിക്കുക, അവർക്ക് ഇടയ്ക്കിടെ സമ്മാനങ്ങൾ നൽകുക. പെരുന്നാൾ ദിനത്തിൽ സ്വതക്ക ചെയ്യുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു. സ്ത്രീകളോട് സദക്കയുടെ പ്രാധാന്യം പ്രവാചകൻ എടുത്തു പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ ബലിപെരുന്നാൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതു ജന്മമാകട്ടെ. പെരുന്നാളുകൾ ആഘോഷിക്കാനുള്ളതാണ്. ഇസ്ലാമിക നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട്, സൂക്ഷിച്ചുകൊണ്ട് ഏത് ആഘോഷവും നമുക്ക് നടത്താം. കേരളത്തിൽ 2 പെരുന്നാളിന് മാത്രമേ ഒറ്റ ദിവസം കൊണ്ട് 700 അല്ലെങ്കിൽ 800 കോടിയുടെ മദ്യം വിറ്റു എന്ന സെൻസേഷണൽ റിപ്പോർട്ട് വരാത്തത്. പകരം ഈദുൽ ഫിത്തറിന് ടൺ കണക്കിന് അരി പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തതും ഈദുൽ അദ്ഹയ്ക്ക് ബലിമാംസം വിതരണം ചെയ്തതുമാണ് ലോകം അറിയുന്നത്. നമ്മുടെ വീടുകളിൽ സമാധാനം നിറയട്ടെ, നമ്മുടെ ഹൃദയങ്ങളിൽ ഈമാൻ വളരട്ടെ, നമ്മുടെ സമൂഹത്തിൽ കരുണ പടരട്ടെ, ലോകത്ത് നീതിയും സമാധാനവും പുനഃസ്ഥാപിക്കപ്പെടട്ടെ. അള്ളാഹുവെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ വിശ്വാസവും ഇസ്മായിൽ അലൈഹിസ്സലാമയുടെ അനുസരണവും ഹാജർ അലൈഹിസ്സലാമയുടെ ക്ഷമയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരുണയും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ ഒരമലായി സ്വീകരിക്കണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ ചെറുതും വലുതുമായ അറിഞ്ഞതും അറിയാത്തതുമായ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കണമേ. ഞങ്ങളുടെ സ്വാലിഹായ എല്ലാ മുറാദുകളും ഹാസിലാക്കണമേ തമ്പുരാനെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവെ, ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടിത്തരണമേ.
കടബാധ്യതകളില്ലാത്ത സമാധാനപൂർണമായ ജീവിതം നയിക്കുവാനും ഈമാനോടും ആശ്വാസത്തോടും കൂടെ കടങ്ങളില്ലാതെ മരണപ്പെടുവാനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങൾക്ക് ആയുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി ജീവിതത്തിൽ ബർക്കത്തും സമാധാനവും നിറച്ചു തരണമേ. ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഹിദായത്തിൽ ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്നും മാരകമായ അസുഖങ്ങളിൽ നിന്നും എല്ലാവരെയും നീ സംരക്ഷിക്കണമേ തമ്പുരാനെ. രോഗമുള്ളവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും വ്യാപാരങ്ങളിലും റിസ്ക്കിലും വരുമാനങ്ങളിൽ നീ ബർക്കത്ത് നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആകളും ഞങ്ങളുടെ പ്രാർത്ഥനകളും നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് നീ സമാധാനവും വീടുകൾക്ക് സന്തോഷവും ജീവിതങ്ങൾക്ക് നന്മയും അനുഗ്രഹവും നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, നീ റഹീമാണ്, റഹ്മാനാണ്, ഗഫൂറാണ്, റബ്ബുൽ ആലമീനാണ്. ഞങ്ങളെ നീ വെറും കൈയോടെ മടക്കല്ലേ നാഥ. ഈദ്ഗാഹ് വിജയകരമായി സംഘടിപ്പിക്കുവാൻ മനോഹരമായ ഈ വെനു നൽകിയ നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ ബഹുമാന്യനായ ഡീൻ ഉൾപ്പെടെയുള്ള എല്ലാ ഭാരവാഹികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അവർക്കെല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ ഈദ് മുസല്ല ഇതേപോലെ ഭംഗിയായി ഒരുക്കുന്നതിനായി പ്രയത്നിച്ച സീബ് ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിൻ്റെ ഓരോ പ്രവർത്തകർക്കും ഈ ഈദ് മുസല്ലക്കായി ഡ്രിങ്കിങ് വാട്ടർ, ചായ, സമൂസ, ജ്യൂസ് എന്നിവ നൽകി സഹായിച്ച ഓരോരുത്തർക്കും സദക്ക നൽകിയ എല്ലാ നല്ല മനസ്സുകൾക്കും അല്ലാഹുവേ, നീ മഹത്തായ പ്രതിഫലവും അളവറ്റ അനുഗ്രഹങ്ങളും നൽകണമേ തമ്പുരാനെ. അവരുടെ ജീവിതങ്ങളിൽ ബർക്കത്തും ആരോഗ്യവും സമാധാനവും നിറക്കണമേ തമ്പുരാനെ. അവരുടെ കുടുംബങ്ങളെ നീ കാത്തുരക്ഷിക്കണം തമ്പുരാനെ. അവരുടെ എല്ലാ സൽപ്രവർത്തനങ്ങളും സദക്കത്തും ജാരിയായി നീ സ്വീകരിക്കണമേ. ഈ സേവനങ്ങളെല്ലാം നിന്റെ സന്നിധിയിൽ കബൂൽ ചെയ്ത് ദുനിയാവിലും ആഖിറത്തിലും വിജയികൾ ഉൾപ്പെടുത്തണമേ. അല്ലാഹുവേ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉപ്പമാർ, ഉമ്മമാർ, സഹോദരങ്ങൾ, ഉസ്താദുമാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഉറ്റവർ, ഉടയവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മെ സഹായിച്ചവർ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണമേ തമ്പുരാനെ. അവരുടെ ഖബർ ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കണമേ. അവർക്കും ഞങ്ങൾക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നത സ്ഥാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹുവേ, നീ ശാന്തിയും സമാധാനവും സുരക്ഷിതത്വവും ഐശ്വര്യവും നൽകണമേ. നാം ജീവിക്കുന്ന ഈ നാട്ടിലും ജനിച്ചു വളർന്ന നമ്മുടെ നാട്ടിലും സൗഹൃദവും ഐക്യവും സമാധാനവും നിലനിർത്തി തരണമേ. കലഹങ്ങളും വൈരങ്ങളും ദുരിതങ്ങളും അകറ്റി സ്നേഹവും കരുണയും പരസ്പര ബഹുമാനവും ഞങ്ങളുടെ എല്ലാം ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ. ലോകത്തിലെ പീഡിതർക്ക് സമാധാനം നൽകണമേ. അഭയാർത്ഥികൾക്ക് സുരക്ഷ നൽകണമേ തമ്പുരാനെ. വിശന്നവർക്ക് ഭക്ഷണവും രോഗികൾക്ക് ശിഫയും നൽകണമേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബങ്ങളെ ഐക്യത്തോടെ കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങളുടെ നമസ്കാരവും ഉളുഹിയത്തും ദുആയും സ്വീകരിക്കണമേ. അല്ലാഹുമ്മ റബ്ബന ഹ്ഫദ് ഔത്വാനന വഅഇസ്സ സുൽത്താനന വഅയ്യിദ്ഹുൽ ബിൽ ഹഖ് വഅയ്യിദ് ബിഹിൽ ഹഖ് യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അസ്ബി അലൈഹി നിഅമതക വഅയ്യിദ്ഹു ബിനൂരി ഹിക്മതിക വസദ്ദിദ് ബിതൗഫീഖിക വഹ്ഫിദ് ബിഐനി റിആയതിക. اللهم انزل علينا من بركات السماء واخرج لنا من خيرات الارض وبارك لنا في ثمارنا وزروعنا وكل ارزاقنا يا ذا الجلال والاكرام. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على خير خلقه محمد صلى الله عليه وسلم. وسبحان ربك رب العزة عما يصفون وسلام المرسلين والحمد لله رب العالمين.